നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് റീഡിങ്സ് ഓപ്പൺ ആണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. എനിക്ക് ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. സോ റീഡിങ്സ് വേണ്ടവർ പറഞ്ഞോളൂ. ഓക്കെ, ആൻഡ് ഇന്നത്തെ റീഡിങ് നമ്മൾ പേഴ്സൻ്റെ മനസ്സിൽ നിന്ന് അവരൊരു കൺഫെഷൻ ചെയ്യുകയാണെങ്കിൽ, അവരെ മനസ്സ് തുറന്ന് ഒരു കൺഫെഷൻ അവരുടെ എന്തായിരിക്കും എന്ന് നോക്കാം. അവരുടെ മനസ്സിൽ കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്നു പറയുകയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ ഫീലിങ്സിനെ കുറിച്ച് ആൻഡ് അവരുടെ മനസ്സിൽ ലൈക്ക് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്ന് പറയാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധിക്കുകയാണെങ്കിൽ അവരെന്തായിരിക്കും പറയുക. വാട്ട് വിൽ ബി ദെയർ കൺഫെഷൻ എന്ന് നമുക്ക് നോക്കാം. ഒരു തുറന്ന് പറച്ചിൽ, ഓക്കെ, ഒരു മനസ്സ് തുറന്ന് അവർ എന്തായിരിക്കും പറയുക നമുക്ക് നോക്കാം. ഓക്കെ, പേഴ്സൻ്റെ മനസ്സിലുള്ളത് ഒരു കൺഫെഷൻ. വാട്ട് ഡു ദേ വോണ്ട് ടു കൺഫെസ് ടു ദ വ്യൂവേഴ്സ്? ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, എംപറർ, Ace of Swords, Knight of Wands, Knight of Swords and Page of Swords. ഓക്കെ, അവർ തുറന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, ഞാൻ ചാനലിൽ മെസ്സേജായിട്ട് പറയാനൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ. ലെറ്റ് മീ ട്രൈ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് പെയിൻ തന്നു ഞാൻ നിനക്ക്, എൻ്റെ ബിഹേവിയർ കൊണ്ട്, എൻ്റെ പെരുമാറ്റം കൊണ്ട്, എൻ്റെ ചില സ്വഭാവങ്ങൾ കൊണ്ട്, ഞാൻ മാറി നിന്നത് അല്ലെങ്കിൽ പലതരത്തിലും ഞാൻ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ആ വേദന നിനക്ക് തരുമ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിട്ടല്ല ഞാനത് ചെയ്തത്. എനിക്ക് എൻ്റെ ഒരു അറിവില്ലായ്മ അല്ലെങ്കിൽ എൻ്റെ ഒരു നിവർത്തികേട് കൊണ്ട് ഞാൻ ചെയ്തതാണ്. ആ വേദന നിനക്ക് തന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എത്രത്തോളം വേദനിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഏറ്റവും അധികം എന്നെ സ്നേഹിച്ച ആ ഒരു ഹൃദയത്തെ തന്നെ ഏറ്റവും അധികം വേദനയും ഞാൻ തന്നിട്ടുണ്ട്. എൻ്റെ അതിന് എനിക്കൊരുപാട് സങ്കടമുണ്ട്, വിഷമമുണ്ട്, കുറ്റബോധമുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ എന്ന് എനിക്കൊരുപാട് കുറ്റബോധമുണ്ട്. എപ്പോഴെങ്കിലും നിനക്കെന്നെ മാപ്പ് നൽകാൻ സാധിക്കുമോ? നിനക്കെന്നെ വിശ്വസിക്കാൻ ഇനി പറ്റില്ല എന്നെനിക്കറിയാം. നിൻ്റെ ട്രസ്റ്റ് പോയി എന്നെനിക്കറിയാം. എപ്പോഴെങ്കിലും നിനക്ക് സാധിക്കുമെങ്കിൽ എന്നെ മാപ്പ് തരാൻ സാധിക്കുമോ? ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ മുമ്പിൽ ഞാൻ ഒരുപാട് ഈഗോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് അഹങ്കാരം കാണിച്ചിട്ടുണ്ട്. ഞാൻ എന്തോ ആണ് എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നീ എൻ്റെ പുറകെ വന്നപ്പോൾ ഞാനതിനെ ഞാൻ ജയിച്ചതായിട്ട് ഞാൻ കണക്കാക്കി, ഞാൻ എന്തോ ആയിട്ട് ഞാൻ കണക്കാക്കി. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ചെയ്ത തെറ്റുകൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ പല കാര്യങ്ങളും അനുഭവിക്കുന്നതിൽ നിന്ന്, ഞാൻ എൻ്റെ ചുറ്റുമുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് ശരിക്കും എൻ്റെ ഈഗോ, ഞാൻ എന്നൊരു ഭാവം, ഞാൻ ചിന്തിച്ചതെല്ലാം വെറും തെറ്റാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പം ഞാൻ പലതും നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിലൂടെ ഞാൻ ശരിക്കും പഠിക്കുന്നുണ്ട്. ഞാൻ പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നെ വേദനിപ്പിച്ചതിൻ്റെ ഒരു കർമ്മ എനിക്ക് കിട്ടുന്നതായിരിക്കാം. ഇപ്പം ഞാൻ മറ്റുള്ളവരെ മുമ്പിലും ശരിക്കും എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഞാൻ നിൽക്കേണ്ട ഒരവസ്ഥയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിലായാലും എൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിലായാലും മറ്റുള്ളവരുടെ മുമ്പിലായാലും ഞാൻ ഒന്നുമല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ചിലപ്പോൾ നിന്നെ വേദനിപ്പിച്ചതിൻ്റെ ഒരു ഫലമായിരിക്കാം ഞാൻ അനുഭവിക്കുന്നത്. എനിക്ക് ഈ കാര്യങ്ങൾ, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എനിക്ക് തിരുത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഒരു
സത്യങ്ങൾ തുറന്ന് എന്നോട് പറയണം എന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഞാൻ എന്താ ചിന്തിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ ചെയ്തത് എന്നെല്ലാം എനിക്ക് വ്യക്തമായിട്ട് എന്നോട് പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനൊന്നും ഇപ്പം എനിക്ക് സാധിക്കാത്തൊരവസ്ഥയാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, ഒരു ആക്ഷൻ എടുക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എന്നോടത്ത് സത്യങ്ങൾ തുറന്നു പറയാനും സത്യസന്ധമായിട്ട് നിൽക്കാനും എല്ലാം എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു പുതിയ തുടക്കം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷെ അതിന് ആദ്യം അങ്ങനെ ഒരു പുതിയ തുടക്കം നമ്മളുടെ ഇടയിൽ വരണമെങ്കിൽ ഇതുവരെ ഞാൻ വേദനിപ്പിച്ച, ഞാൻ തന്ന ആ വേദന, എൻ്റെ മനസ്സിൽ കുത്തിയിറക്കിയ ആ ഒരു വാൾ, അല്ലെങ്കിൽ ആ കത്തി, ആ ഒരു വേദന, അത് ഞാൻ തന്നെ വലിച്ചൂരിയെടുത്ത് എനിക്ക് മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ആക്ഷൻ എടുക്കണമെന്ന് എനിക്കുണ്ട്. എനിക്ക് എല്ലാം എൻ്റെ വേദനകളും മാറ്റി ഒരു പുതിയ തുടക്കം കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഞാൻ വളരെയധികം സ്ട്രോങ് ആവണം. ഞാൻ വേദനിപ്പിച്ചു എന്ന് ഞാൻ സമ്മതിക്കേണ്ടി വരും, ഞാൻ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് നീയുമായിട്ട് മുന്നോട്ട്, എനിക്ക് അത്രയും എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് സ്നേഹമാണ്, എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിന്നോട് മെസ്സേജ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചില സമയത്ത് ഞാൻ എത്ര മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ചില സമയത്ത് എൻ്റെ മനസ്സ് എൻ്റെ അടുത്തേക്ക് കുതിച്ച് ചാടാറുണ്ട്, വരാൻ ആഗ്രഹിക്കാറുണ്ട്. പെട്ടെന്ന് ചില സമയത്ത് എൻ്റെ കൺട്രോൾ പോകാറുണ്ട്. പെട്ടെന്ന് എടുത്ത് എനിക്ക് മെസ്സേജ് ചെയ്യണം, സംസാരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് കാണണം എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. നീ അറിയാതെ ഞാൻ നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിനക്കറിയില്ല ഞാൻ എത്രത്തോളം നിന്നെ വാച്ച് ചെയ്യുന്നു. എൻ്റെ ചിന്തകളിൽ നീ എത്രത്തോളം ഉണ്ട് എന്ന് നിനക്കറിയില്ല. ഞാനത് പുറമേ കാണിക്കാറില്ല, ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ അത്ര പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു വിഷമം എൻ്റെ ഉള്ളിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. ആ സ്നേഹം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നീ എന്താണ് ചെയ്യുന്നത്, നീ നിൻ്റെ ലൈഫിൽ എന്താ നടക്കുന്നത്, എല്ലാം ഞാൻ അറിയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നീ അറിയാറില്ല അതൊന്നും. ഞാനെപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. നിൻ്റെ ഓരോ കാര്യവും ഞാൻ അറിയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് എന്താണ് വേണ്ടത് എന്നൊരു തീരുമാനമെടുക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ എനിക്ക് സംശയമൊന്നുമില്ല, എനിക്ക് എന്താ വേണ്ടത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നീ തന്നെയാണ്. എൻ്റെ ലൈഫിലൊരു സന്തോഷം നീ തന്നെയാണ്. ഞാൻ ഒരു പങ്കാളി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പാർട്ട്ണർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പേഴ്സൺ, സ്നേഹം എന്ന രീതിക്ക് ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നീ തന്നെയാണ് എപ്പോഴും. എനിക്കറിയാം എന്താണ് ശരിയായ തീരുമാനം എന്നെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ ആ തീരുമാനം എടുക്കാതെ ഞാൻ മാറി നടക്കുകയാണ്, ഞാൻ അവോയ്ഡ് ചെയ്യുകയാണ്. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ വേറെ പലതും ഉപേക്ഷിക്കേണ്ടി വരും. എൻ്റെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും ഞാൻ മാറ്റിവെക്കേണ്ടി വരും, ഞാൻ ഉപേക്ഷിക്കേണ്ടി വരും. എനിക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. എൻ്റെ ജീവിതത്തിൽ വേറെയും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. എനിക്കൊരു ഉറച്ചൊരു തീരുമാനമെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എനിക്ക് തീരുമാനം അറിയാഞ്ഞിട്ടല്ല, എനിക്കറിയാം എന്താണ് നല്ലതെന്നറിയാം, എനിക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ആ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ അതെനിക്ക് സാധിക്കുന്നില്ല. പലതും ഞാൻ ഉപേക്ഷിക്കേണ്ടി വരും. ഞാൻ വളരെ ബോൾഡായിട്ട് ഞാനൊരു ആക്ഷൻ എടുക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ അതിനുള്ളൊരു ധൈര്യം എൻ്റെ ഉള്ളിലില്ല ഇപ്പോഴും. എനിക്ക് ആ ഒരു ധൈര്യം വെച്ച് റൈറ്റ് കാര്യം എന്താണെന്ന് എനിക്കറിയാം, ശരിയായ കാര്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് ചൂസ് ചെയ്ത് അങ്ങനെ ഞാനത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും എനിക്ക് അവസാനിപ്പിക്കേണ്ടി വരും, മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. എൻ്റെ ജീവിതം തന്നെ മാറുന്ന ഒരവസ്ഥയായിപ്പോവും. എനിക്കറിയാം ഞാൻ ഏത് ഡയറക്ഷനിലാണ് ഞാൻ പോകേണ്ടത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീയാണ് എൻ്റെ ഡയറക്ഷൻ, നീയാണ് എൻ്റെ ലക്ഷ്യം, നിന്നിലേക്കാണ് ഞാൻ വരേണ്ടത് എന്ന് എനിക്കറിയാം. എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ എല്ലാം, എൻ്റെ ഒരു സ്വപ്നം, എൻ്റെ ഡ്രീം എല്ലാം എന്തു പറയുകയാണെങ്കിലും എനിക്കത് നീയാണ്. പക്ഷേ അതിനു വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ ഞാനത് അവോയ്ഡ് ചെയ്യുകയാണിപ്പോൾ. ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഞാൻ അവോയ്ഡ് ചെയ്യുകയാണ്. അതിനെ ഞാൻ മാറ്റി വയ്ക്കാൻ ശ്രമിക്കുകയാണ്.
എൻ്റെ മുമ്പിൽ വേറെയും പല ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അതിലെല്ലാം ഞാൻ ചൂസ് ചെയ്യുന്നത് നിന്നെയാണ്, നീയാണ് എൻ്റെ ചോയ്സ്. പക്ഷെ എനിക്ക് അതിനു വേണ്ടിയുള്ള ഒരു ആക്ഷൻ എടുക്കാൻ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എടുക്കാൻ, ഒരുപാട് ഞാൻ ധൈര്യം കൊണ്ടുവരണം. ഞാൻ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റേണ്ടി വരും. ഞാൻ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വരും. എന്നിൽ മാറ്റേണ്ടി വരും, എൻ്റെ ചുറ്റുപാടിൽ മാറ്റേണ്ടി വരും, എൻ്റെ സാഹചര്യങ്ങളിൽ ഞാൻ ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വരും. ഇതൊരു ചെറിയൊരു കാര്യമല്ല. ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു കാര്യമല്ല, ചെറിയൊരു വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ ഒരു തീരുമാനം, ഒരു ഡിസിഷൻ ഞാൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാലും എനിക്ക് തന്നെ വേണം. അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ മെല്ലെ പതുക്കെ ഞാൻ എന്നെ തന്നെ മാറ്റാൻ ഞാൻ ശ്രമിക്കാം. ഞാൻ പതിയെ ഞാനൊരു കാര്യങ്ങളൊന്ന് മാറ്റിയെടുത്ത് ഞാൻ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്കതിന് സമയം വേണം. പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. ഒരുപാട് കാലങ്ങളായിട്ട് എൻ്റെ ശീലങ്ങൾ, എൻ്റെ സ്വഭാവം, എൻ്റെ ലൈഫിലെ പല കാര്യങ്ങൾ, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഉള്ള കാര്യങ്ങൾ, അതെല്ലാം മാറ്റിയെടുക്കാൻ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് കുറച്ച് സമയം തരൂ. ഞാൻ പതിയെ ഞാൻ ചെറിയ മാറ്റങ്ങൾ ഞാൻ കൊണ്ടുവരാം. തീർച്ചയായിട്ടും നമ്മൾ തമ്മിൽ മുന്നോട്ട് എനിക്ക് ഒന്നിച്ച് വേണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഒന്നിച്ച് നമ്മൾ യാത്രകൾ പോകണം, നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനകൾ മാറ്റാൻ, വിഷമങ്ങൾ മാറ്റാൻ നമ്മൾ ഒന്നിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ എനിക്കതൊക്കെ ഒന്ന് പറഞ്ഞ് ശരിയാക്കാൻ പറ്റും. പക്ഷെ അതിന് ഞാൻ അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യണമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. ചില കാര്യങ്ങൾ എനിക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടേക്കാം. എനിക്ക് തകർച്ചകൾ എൻ്റെ ജീവിതത്തിൽ വന്നേക്കാം. എന്നാലും എനിക്ക് വേണമെന്നുണ്ട്. അതിന് ഞാൻ വഴികൾ ആലോചിക്കുകയാണ്. ഒരു പതിയെ എന്തെങ്കിലും രീതിയിൽ എനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിലെ സ്നേഹം എനിക്ക് നിന്നോട് തന്നെയാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇമോഷണലി കണക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ എൻ്റെ നമ്മളൊരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ എന്ന രീതിക്ക് ഇമോഷണലി ഒരു സ്നേഹം എന്ന് പറയുമ്പോൾ അത് നീ മാത്രമാണ്, നിന്നോട് തന്നെയാണ്. അതെല്ലാം ഞാൻ മനസ്സിൽ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ പലതും തുറന്ന് പറയാറില്ല. എനിക്കറിയാം. ഞാൻ കുറേ കൂടി സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ കുറേ കൂടി ഒരു ബെറ്റർ പേഴ്സണായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിനക്ക് പറ്റിയൊരു വ്യക്തിയായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റോടെ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള സമയം എനിക്ക് കുറച്ച് കാത്തിരിക്കും. ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയാം. പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പെരുമാറ്റത്തിൽ ഞാൻ പലതും വേദനിപ്പിക്കുന്ന തരത്തിൽ ഞാൻ പെരുമാറിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റി നമ്മൾ തമ്മിൽ മുന്നോട്ട് ഒരു സമാധാനം ആയിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിക്കും. അതിന് വേണ്ടത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കൺഫെഷൻ. ഞാൻ എടുത്തു തുടങ്ങിയപ്പോൾ അങ്ങനെ വിചാരിച്ചല്ല, ബട്ട് എനിക്ക് അങ്ങനെ പറയാൻ തോന്നി. ആൻഡ് ഇവിടെ മെയിനായിട്ട് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, ഇവിടെ 7 ചാരിയറ്റ്, ഇവിടെ 3 7 ഓൾറെഡി വന്നിരുന്നു. ആൻഡ് ഇതിൽ ലാസ്റ്റ് കണ്ട ഒരു കാർഡ്, ടവർ കാർഡിലും ഇവിടെയും ഒരു 7 കണ്ടു. 6+16 ആണ്. 6+1 7 ഉണ്ടായിരുന്നു. സോ 7 7 7 7 കാണുന്നുണ്ട്. നിങ്ങൾക്ക് 7 റിപ്പീറ്റഡ് കാണുന്നുണ്ടാവാം. 7 7 കാണുന്നില്ല. മേ ബി 2 3 7 ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റഡ് കാണുന്നത്. സോ ഒരു സ്പിരിച്വൽ കണക്ഷൻ്റെ ഒരു എനർജി വരുന്നുണ്ട് ഇവിടെ. ആൻഡ് 7 നമ്മൾ ലക്ക് നമ്പർ എടുക്കാം ആക്ച്വലി. മാത്രമല്ല ആക്ച്വലി ഒരു സ്പിരിച്വൽ കണക്ഷൻ്റെ ഒരു കാര്യം കൂടിയാണ് കാണുന്നത്. ആൻഡ് ഇവിടെ ടവർ കാർഡ് എപ്പോഴും ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് രണ്ടും ഡെത്ത് ആൻഡ് ടവർ കാർഡ് പറയുന്നത് മേജർ ട്രാൻസ്ഫോർമേഷനാണ്. സോ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ തമ്മിൽ അവർക്ക് വേണമെന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഞാനതൊരു കമ്മിറ്റ്മെൻ്റ് അല്ല ആ ഒരു രീതിയിൽ പറഞ്ഞു. സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞിട്ടില്ല. സോ മേ ബി നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് ആലോചിക്കാം. ആൻഡ് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിന് ഒരു പറ്റിയ രീതിയിൽ എങ്ങനെ പോകാൻ സാധിക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതിന് മാറ്റങ്ങൾ കുറേ അവർക്ക് വരുത്തേണ്ടി വരും. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപാട് അവരുടെ ഉള്ളിൽ പേടികളുണ്ടാവും, ഒരുപാട് ഫിയേഴ്സ് ഉണ്ടാവും. ആ ഫിയേഴ്സൊക്കെയാണ് അവരെ ബ്ലോക്ക് ചെയ്യുന്നത്. കാരണം വേറൊന്നുമില്ലെങ്കിലും നമ്മളുടെ ഒരു സ്വഭാവം ചേഞ്ച് ചെയ്യുക, ഒരാൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരല്പം സ്വഭാവം മാറ്റുക എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ചില ശീലങ്ങൾ മാറ്റുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ കാര്യങ്ങളാണ് പലർക്കും. ഓക്കെ, നിങ്ങൾക്കത് ഈസി ആയിരിക്കും. നിങ്ങളത് ചെയ്യും ബിക്കോസ് നിങ്ങൾ അത്രത്തോളം ആ പേഴ്സണെ സ്നേഹിക്കുന്നതുകൊണ്ട്. ബട്ട് വേറൊരാൾക്ക് ചിലപ്പോൾ അതുപോലെ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. ഓക്കെ, സോ അതിൻ്റെയൊക്കെ കുറേ ഫിയേഴ്സ് ഉണ്ട് അവർ. ആൻഡ് അത് മാത്രമല്ല നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ കൂടുതൽ നിങ്ങളോട് അറ്റൻഷൻ തരിക, നിങ്ങളോട് കൂടുതൽ അറ്റാച്ച്ഡ് ആവുക, അതൊക്കെ വരുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ പലതും മാറ്റങ്ങളും ചിലപ്പോൾ നഷ്ടങ്ങൾ വന്നേക്കാം എന്നുള്ള പേടികളൊക്കെ ആയിരിക്കും.
ഓക്കെ, സോ അങ്ങനെ ഒരു എനർജിയാണെന്ന് പിക്ക് ചെയ്തത്. 7 റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത് നിങ്ങൾക്കുള്ളതായിരിക്കും റീഡിങ്. അല്ലാത്തവർക്ക് കേട്ടോ എല്ലാവർക്കും തന്നെയാണ്, ബട്ട് പറഞ്ഞത് മാത്രം. ഓക്കെ, സോ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം നിങ്ങളുടെ, അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കൂടിയാണ്. നിങ്ങളിൽ മാറ്റങ്ങൾ ആക്ച്വലി ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് ചേഞ്ചസ് മുന്നോട്ട് കാണാൻ സാധിക്കും. അതാണ് ഞാൻ പറയാൻ വന്നത്. മാറ്റങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കാണാൻ സാധിക്കും. സോ ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് ഞാൻ എടുത്തു എന്ന് മാത്രം. സോറി, പറഞ്ഞു വന്നപ്പോൾ ഞാൻ വല്ലാതെ ആ ഒരു ഇതിലേക്ക് അങ്ങോട്ട് പോയി. ക്രാക്കർ, ലയൺ, സൺ, ബിവെയർ, ഓക്കെ, ആൻഡ് യൂണിറ്റി. വെരി നൈസ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, ലക്കും കാണുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് പോസിറ്റീവ് എനർജി സറൗണ്ട്സ് യു, ലവ്, ജോയ് ആൻഡ് ഗുഡ് ഫോർച്യൂൺ അവൈറ്റ്. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, നിങ്ങളൊരു പ്രതീക്ഷ വയ്ക്കാം എന്ന രീതിയിലാണ്. ഓക്കെ, സോ ലവ്, ജോയ് സറൗണ്ട്സ് ലവ്, ജോയ് ആൻഡ് ഫോർച്യൂൺ അവൈറ്റ്സ് യു എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ലക്ക് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. സോ മുന്നോട്ട് നല്ല കാര്യങ്ങൾ ഉണ്ടാവും. ആൻഡ് ഇവിടെ ലയൺ, harness the loyal and protective aura of the lion and change the charge ahead magnificently. ഓക്കെ, സോറി, ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഒന്നാമത് ആ നേരത്തെ ഉള്ള ആ ഒരു ഇമോഷൻസിൻ്റെ മാറിയിട്ടില്ല, അതുകൊണ്ടാണ് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. സോറി, ഇപ്പോഴും ആ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കിങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. സോറി. സോ നിങ്ങളോട് പറയുന്നത് ഓക്കെ, ഒരു ലയൺ പോലെ ധൈര്യം വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ആ കറേജ് ഒക്കെ വെച്ച് നിങ്ങൾ ധൈര്യത്തിൽ മുന്നോട്ട് പോകും എന്ന് പറയുന്നുണ്ട്. ആൻഡ് സിറ്റുവേഷനും എനിക്ക് പേഴ്സണും കുറെ കൂടി ധൈര്യത്തോടെ മുന്നോട്ട് വരാൻ ശ്രമിക്കും എന്നാണ്. സൺ കാർഡിൻ്റെ ഇവിടെ ഓപ്പൺ യുവർ ഹാർട്ട് ടു ദ എനോമസ് ഗ്രോത്ത് അഹെഡ്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ പോസിറ്റീവ് ആവും എന്നൊരു ഇൻഡിക്കേഷനാണ്. സണ്ണാണ്. സോ ഒരു പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ ധൈര്യം, കറേജ്, ഒരു സെലിബ്രേഷൻ, ഹാപ്പിനെസ് എന്നൊക്കെയാണ്. സോ തീർച്ചയായിട്ടും അതുണ്ട്. ആൻഡ് അതിനുവേണ്ടി നിങ്ങളുടെ മൈൻഡും നിങ്ങളൊന്ന് ഓപ്പൺ ആക്കി വെക്കൂ എന്നാണ് പറയുന്നത്. പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. ഓക്കെ, ബിവെയർ ഉണ്ട് ഇവിടെ. കുറച്ച് പേർക്ക് ബി കെയർഫുൾ ഹൂ യു ട്രസ്റ്റ് അറ്റ് ദിസ് ടൈം. ഓക്കെ, നിങ്ങൾ കുറച്ച് ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. ആരോടാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ, നിങ്ങൾ ആരോടും ഒന്നും പറയാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക അധികം. ഓക്കെ, റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും നല്ലതുണ്ടായാൽ പോലും മാക്സിമം ആരോടും അധികം ഷെയർ ചെയ്യേണ്ട. നിങ്ങൾക്ക് തോന്നും, ബിക്കോസ് ആ സന്തോഷം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹം, അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുക ആരെങ്കിലും ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയണം എന്ന്. ബട്ട് കൂടുതലും ഇത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. എന്ത് കാര്യമായാലും, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അധികം ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. കാരണം കേൾക്കുന്ന ആൾ മറ്റ് ചിലപ്പോൾ നിങ്ങളെ നല്ലത് ആഗ്രഹിക്കുന്നവരാവണം എന്നില്ല. സോ ബി വെരി കെയർഫുൾ. ഓക്കെ, ആൻഡ് തേർഡ് പാർട്ടിയുടെ ഒരു എനർജി കൂടി ആയിരിക്കാം. സോ എന്ത് തന്നെയായാലും ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കും. യൂണിറ്റി, ടൈം ഓഫ് ഡിവൈൻ അണ്ടർസ്റ്റാൻഡിങ്, റിന്യൂവൽ, പീസ് ആൻഡ് ഹോപ്പ്, യുവർ റീഡ് ഇറ്റ് ആൻഡ് അട്രാക്ട് ഗ്രേറ്റ് ലവ്. സി, നിങ്ങൾ യൂണിയൻ തീർച്ചയായിട്ടും ഉണ്ടെന്നാണ്. യൂണിയൻ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. ഓക്കെ, എല്ലാവരും ലൈക്ക് മാരേജ് അങ്ങനെ കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്ക് മാത്രമല്ല. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ തമ്മിൽ അറ്റ്ലീസ്റ്റ് ഒരു തിരിച്ച് റീയൂണിയൻ ആയിരിക്കും, അല്ലെങ്കിൽ സംസാരങ്ങളായിരിക്കാം, കുറച്ചുകൂടി കമ്മിറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കാം, സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. സോ യൂണിറ്റി, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് കാണുന്നത്. ആൻഡ് തീർച്ചയായിട്ടും ആ റിന്യൂവൽ ഉണ്ട്. പീസ് ആൻഡ് ജോയ്, ഇവിടെ അഗൈൻ പീസ് ആൻഡ് ഹോപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് പ്രതീക്ഷ വയ്ക്കാം ലേശം. ഓക്കെ, എന്ന് വെച്ചിട്ട് ഓവറായിട്ട് കോഡിപ്പെൻഡൻസി വരാതെ നിങ്ങളും ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്കുള്ള മെസ്സേജ്. ഓക്കെ, സോ എനിവേ, ഞാൻ വളരെ പെട്ടെന്ന് ഇമോഷണലി ഡ്രെയിൻഡ് ആയിപ്പോയി. സോ ഞാനൊന്ന് ബ്രേക്ക് എടുക്കട്ടെ. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.